ഹലോ, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് നല്ല ബീഫ് വാങ്ങിച്ച് വരട്ടി കറി ഉണ്ടാക്കി കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറി വെച്ചപ്പോൾ അതിനോട് കൂടി എന്ത് കഴിക്കാമെന്ന് ഓർത്തപ്പോഴാണ് നല്ലൊരു തേങ്ങാച്ചോറ് റെസിപ്പി ഞാൻ കാണിച്ചു തരാമെന്ന് ഓർത്തെ. ഇത് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറാണ് കേട്ടോ. ഉള്ളിയും അതുപോലെ ഉലുവയും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ള തേങ്ങാച്ചോറ്. ഇത് ഞാൻ ഇവിടെ വന്നിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അതൊന്നും ഇങ്ങനത്തെ ചോറായിരുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ റെസിപ്പി പറയട്ടെ. 2 കപ്പ് മട്ടയരി കഴുകി ഞാൻ എന്താ കുക്കറിലേക്ക് വെച്ചു. പിന്നെ 2 പിടി ചെറിയ ഉള്ളി അതും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ 2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ ചിരവിയത് അത്രയും കണ്ട് മുഴുവനായിട്ട് ഒരു തേങ്ങയുടെ പകുതി ഭാഗം ചിരവിയെടുത്താണ് കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ട് വേണ്ടോളം ഉപ്പും ഇട്ട് കൊടുക്കണം. നമ്മുടെ മട്ട അരിയുടെ വേവ് അനുസരിച്ചുള്ള വെള്ളം എടുക്കണം കേട്ടോ. ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ തിരുമ്മിയാൽ മതി. വേണ്ടോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വിസിലിട്ട് വേവിച്ചെടുക്കാം. ചോറ് വേവുന്ന അതേ പാകം നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് ഉള്ളിയും ഉലുവയും ഒക്കെ പാകത്തിന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാച്ചോറിന്. ഇതിന് നമുക്കൊരു അച്ചാറും പപ്പടും ഉണക്കമീൻ വറുത്തതും ഒക്കെ മതി. കണ്ടോ, എൻ്റെ തേങ്ങാച്ചോറ് നല്ല പാകമായിട്ട് വെന്ത് കിട്ടി. എനിക്ക് നല്ല വേവൊക്കെ കറക്റ്റായിരുന്നു, ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇതാണ് ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തോട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറ് കേട്ടോ. നല്ല നാടൻ കോഴിക്കറിയും നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നാടൻ കോഴിക്കറിയുടെ കൂടി സെറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയുള്ളത് നല്ലപോലെ ഉരുളക്കിഴങ്ങൊക്കെ കോരിയിട്ടിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ആ ബീഫ് കറിയുടെ കൂടി തേങ്ങാച്ചോറ് നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. ഇതുപോലെയല്ല ഞാൻ പെരുമ്പാവൂരിൽ നിന്നും തൊടുപുഴയിൽ നിന്നൊക്കെ തേങ്ങാച്ചോറ് കഴിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു സ്റ്റൈല്, എൻ്റെ വീട്ടിലെ സ്റ്റൈല്. കൂടെ ഇതുപോലെ തൈരും ഉള്ളിയും ഉണ്ടാക്കി ഒരു സാലഡും വെച്ചു. അപ്പം ഇങ്ങനെ കഴിച്ചു നോക്കുമോ? എനിവേ, ബൈ.